എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവെന്ന് പരാതി. നടുവേദനയ്ക്ക് ചികിത്സ തേടിയ കളമശ്ശേരി സ്വദേശിനി അനാമികയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 61-കാരിയുടെ എക്സ്റേ തനിക്ക് മാറി നൽകിയതായും 61-കാരിക്കുള്ള ചികിത്സയാണ് ലഭ്യമാക്കിയതെന്നും അനാമിക ആശുപത്രി സൂപ്രണ്ടിന് നൽകിയ പരാതിയിൽ പറയുന്നു. വ്യാഴാഴ്ചയാണ് നടുവേദനയ്ക്ക് ചികിത്സ തേടി അനാമിക കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയത്. എക്സ്റേ പരിശോധിച്ച് കഴിക്കാനുള്ള മരുന്നും വാങ്ങി വീട്ടിൽ മടങ്ങിയെത്തിയ ശേഷം എക്സ്റേ നോക്കുമ്പോഴാണ് 61-കാരിയായ ലതികയുടേതാണ് ഇതെന്ന് മനസ്സിലായത്. മരുന്ന് കഴിക്കെടുത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എന്താ ബൾജ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ എക്സ്റേ റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കുമ്പോൾ എക്സ്റേ റിപ്പോർട്ടിന്റെ സൈഡിൽ പേരും വയസ്സും അന്നത്തെ ഡേറ്റും ഉണ്ടാവും. അപ്പം നോക്കുമ്പോൾ അതിൽ കാണിച്ച പേര് ലതിക 61 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് സെയിം ഡേറ്റ് ആണ് കിട്ടിയേക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ അല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാറി കവറെങ്ങാനും മാറി ഞാൻ കൊണ്ടുവന്നാണെന്ന് വെച്ച് നോക്കുമ്പോൾ കവറിന്റെ പുറത്ത് എൻ്റെ പേരും എൻ്റെ ഡീറ്റെയിൽസും ആണ്. പക്ഷെ അകത്ത് വെച്ചേക്കുന്ന റിപ്പോർട്ടാണ് മാറിപ്പോയിട്ടുള്ളത്. ആ റിപ്പോർട്ടിനനുസരിച്ചാണ് എനിക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തി ചികിത്സ തേടുകയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് പരാതി നൽകുകയും ചെയ്തു. ചികിത്സയിലെ പിശക് സമ്മതിച്ചെങ്കിലും മരുന്ന് സമാനമാണെന്ന പ്രതികരണമാണ് ആശുപത്രി അധികൃതർക്ക് ഉള്ളത്. എന്നാൽ ലതികയ്ക്ക് ഇപ്പോഴും ശരിയായ ചികിത്സ ലഭ്യമായിട്ടില്ലല്ലോ എന്നും അനാമിക ചോദിക്കുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ടിലുള്ളത് ഏജ്ഡ് ആകുമ്പോൾ വരുന്ന തേയ്മാനവും അതിന് മൂലമുള്ള ബൾജും ആണെന്നാണ്. അപ്പോൾ ഡോക്ടർ എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവാം, എൻ്റെ ഒരു പ്രായം വെച്ചിട്ട് ആ തേയ്മാനം എനിക്ക് വരേണ്ടതാണോ ഇല്ലയോ എന്നുള്ളത് ഡോക്ടർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് പോട്ടെ, അത് കഴിഞ്ഞ് ഞങ്ങൾ സൂപ്രണ്ട് സാറിനെ പോയി കണ്ടു. കാഷ്വാലിറ്റിയിലുണ്ടായ ഡോക്ടറും പറയുന്നത് മരുന്നുകൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, നിങ്ങളിപ്പോൾ കംപ്ലൈന്റ് കൊടുത്താൽ ഞങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ശരി, സമ്മതിച്ചു. എൻ്റെ ഭാഗത്ത് എനിക്ക് പ്രശ്നമില്ലാത്തതുകൊണ്ട് ഓക്കെ, മരുന്ന് ഇതായാലും എനിക്ക് കഴിച്ചാൽ മതി. പക്ഷെ ഇനി എന്റെ റിപ്പോർട്ട് മാറി കിട്ടിയത് ആർക്കാണെന്ന് അറിയില്ലല്ലോ. ഇവർക്ക് പറയാൻ പറ്റും ആർക്കാ കിട്ടിയെന്ന്. ഇതേസമയം അന്വേഷണം നടക്കുകയാണെന്ന പ്രതികരണമാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നൽകുന്നത്. എക്സ്റേ മാറി നൽകിയ റേഡിയോളജിസ്റ്റും എക്സ്റേ കൃത്യമായി പരിശോധിക്കാതിരുന്ന ഡോക്ടറും വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും അനാമികയുടെ സഹോദരൻ ജനം ടിവിയോട് പറഞ്ഞു. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.